നമുക്ക് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. A global perspective is when someone can think about a situation as it relates to the rest of the world. അതായത് എപ്പോഴാണോ ഒരാൾക്ക് ഒരു സിറ്റുവേഷനെ ബാക്കിയുള്ള വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നമ്മൾ പറയും അയാൾക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവാണുള്ളതെന്ന്. ഗ്ലോബൽ പെർസ്പെക്റ്റീവ് സിംപ്ലി അതിൻ്റെ വേർഡ് മീനിങ് എന്താ? ഗ്ലോബൽ മീൻസ് വേൾഡ് ആൻഡ് പെർസ്പെക്റ്റീവ് മീൻസ് വ്യൂ. അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ. ഇനി ഈ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഒരു മാനേജ്മെൻറ്റ് കേസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എന്നാണ് അടുത്തത് പറയുന്നത്. ഹൈലി എഫക്റ്റീവ് മാനേജ്മെൻറ്റ് നീഡ് ടു സീ തിങ്സ് ബേസ്ഡ് ഓൺ ഹൗ ദ കമ്പനി ഫങ്ഷൻ ഇൻ ദ വൈഡർ വ്യൂ ഓഫ് ഗ്ലോബൽ എക്കണോമി. അതായത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിന് അവരുടെ കമ്പനി എങ്ങനെയാണ് ഗ്ലോബൽ എക്കണോമിയുടെ ഒരു വ്യൂവിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അവർക്ക് ഉള്ള ഡ്രോബാക്സ് ഒക്കെ മാറ്റിയിട്ട് പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കാരണം കുറേ ബെനിഫിറ്റ്സും ഉണ്ട്, ഡ്രോബാക്സും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ബെനിഫിറ്റ്സ് നോക്കാം. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, മാനേജർ വിത്ത് എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആർ ഏബിൾ ടു റിസർച്ച് വെയർ മെറ്റീരിയൽസ് ഒറിജിനേറ്റ് ഇൻ ദ വേൾഡ് ആൻഡ് സീക്ക് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സേവിങ്സ് ബൈ പർച്ചേസിങ് ദം റൈറ്റ് ഫ്രം ദ സോഴ്സ്. അതായത് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു മാനേജറിന് എപ്പോഴും അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേൾഡിൽ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൺട്രിയിൽ ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് അല്ലായിരിക്കും വേറെ കൺട്രീസിൽ. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു ഫോണിൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോൺ ഒരു ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്തൊരു ഫോണാണ് എങ്കിൽ അതിൻ്റെ പ്രോസസ്സർ ചിലപ്പോൾ വേറെ കൺട്രീസിൽ നിന്നായിരിക്കും, അതിൻ്റെ ഗൈറോസ്കോപ്സ് വേറെ കൺട്രിയിൽ നിന്നായിരിക്കും. അങ്ങനെ പല പാർട്സും പല കൺട്രീസിൽ നിന്നായിരിക്കും ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ പല പാർട്സും പല കൺട്രീസിൽ നിന്നായിരിക്കും ഉള്ളത്. അത് കോസ്റ്റ് എന്ന് പറയുന്ന അതിന് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ലേബർ കോസ്റ്റ്. Labor costs are often one of the larger consideration when it comes to manufacturing products. There are many countries that have much lower labor costs than the developed country. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ലേബർ കോസ്റ്റ്. അപ്പോൾ മിക്ക കൺട്രീസിലും ലേബർ കോസ്റ്റ് കൂടുതലുള്ള സ്ഥലങ്ങളുമുണ്ട്, കുറവ് ഉള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മാനേജർ വേൾഡ് വൈഡായിട്ടൊരു വ്യൂ വെച്ചിട്ട് അതിൻ്റെ ഓഫീസ് വേൾഡ് വൈഡായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഡ്രോബാക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈച്ച് കൺട്രി ഹാവ് ഇറ്റ്സ് ഓൺ റൂൾ ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ ദ ഫോം ഓഫ് താരിഫ്സ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ് എക്സെട്ര. ഓരോ കൺട്രിക്കും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിൽ. താരിഫ്സ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ് ഒക്കെ പോലെ. താരിഫ്സ് മീൻ ഈ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പ്രൊഡക്ട്സിന് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് താരിഫ്സ്. പിന്നെ അതുപോലെ കുറേ റെഗുലേഷൻസ് കാണും. ഇപ്പോൾ ഈ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഭയങ്കര ചീപ്പാണെങ്കിൽ പോലും പക്ഷേ അത് അവിടെ നിന്ന് ആ മെറ്റീരിയൽസ് നമ്മുടെ കൺട്രിയിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും. അതിന് ഒരുപാട് കോസ്റ്റ് ആകും. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ടിംഗ് ദ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പിന്നെ അത് വെയർ ഹൗസസിൽ എത്തിക്കുക, പിന്നെ ആ പ്രോഡക്ട്സ് പിന്നെ ലോക്കൽ സ്റ്റോഴ്സിൽ എത്തിക്കുക, ലാസ്റ്റ് യൂസറിൽ എത്തുന്നവരെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഈ ടോട്ടൽ കോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വേൾഡ് വൈഡ് വ്യൂവിൽ കോസ്റ്റൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.